മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ 2025 വർഷങ്ങൾ പൂർത്തിയാകുന്ന ജൂബിലി വർഷത്തിലാണല്ലോ നാം ഓരോരുത്തരും. പ്രത്യാശയുടെ തീർത്ഥാടകരായ നാം ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ പ്രത്യേകം വിളിക്കപ്പെട്ടവരാണല്ലോ. അത് പ്രത്യാശയോടെ നിറവേറ്റണമെന്ന് തന്നെയാണ് പ്രത്യാശയുടെ തീർത്ഥാടനത്തിൻ്റെ ഈ മഹാജൂബിലിയിൽ നാം പ്രത്യേകം അനുസ്മരിക്കുന്നത്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മകഥയിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: തൻ്റെ പിതാവായ മാർട്ടിനെ കാണുവാനായിട്ട് വളരെ പ്രത്യാശയോടെ അവൾ കാത്തിരിക്കുമായിരുന്നു. തൻ്റെ മൂത്ത സഹോദരിമാർക്ക് ശേഷം തൻ്റെ ഊഴത്തിനായി അവൾ പ്രതീക്ഷയോടെ ഇരിക്കുമായിരുന്നു. ആ നിസ്സാര സമയത്തിനുള്ളിൽ അവൾ അതുവരെ കാത്തിരുന്ന എല്ലാ വിശേഷങ്ങളും തൻ്റെ പിതാവിനോട്, തൻ്റെ പപ്പയോട് പങ്കുവെച്ച് അവൾ സന്തോഷം കണ്ടെത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ കർത്താവായ ഈശോയോട് സംസാരിക്കുവാൻ, നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കുവാൻ, പ്രത്യാശയുടെ പ്രതീക്ഷയോടെ നമുക്ക് ഈശോയെ കണ്ടുമുട്ടുവാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഈശോയെ നാം കണ്ടുമുട്ടുക? എങ്ങനെയാണ് നാം ഈശോയെ സ്നേഹിക്കുക? ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുക. അത് വചനം അനുസരിക്കുന്നതിലൂടെയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം ഈശോയാണ്. ഈശോ വചനമാണ് എങ്കിൽ ഈശോ ജനിക്കുന്നത് വചനം ജനിക്കുന്നതും ഒരുപോലെയാണല്ലോ. വചനം നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചാൽ, വചനം നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചാൽ നാം ഓരോ നിമിഷവും ഈശോയ്ക്ക് ജന്മം നൽകുകയാണ്. അങ്ങനെ മിശിഹായ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ കാത്തിരുന്നതുപോലെ നമുക്കും ആ പ്രത്യാശ പൂർത്തീകരിക്കാൻ സാധിക്കും. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമാകുവിൻ. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-22 വാചകം. ഓരോ വചനം നമ്മൾ അനുസരിക്കുന്നതിലൂടെ നാം ഈ പ്രത്യാശ പൂർത്തീകരിക്കുകയാണ്. ഈശോയെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക എന്ന പ്രത്യാശ. നമുക്ക് പ്രത്യേകമായി ഓരോ വചനവും അനുസരിച്ചുകൊണ്ട്, ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വചനവും നിറവേറ്റിക്കൊണ്ട് ഈ പ്രത്യാശ നമുക്ക് പൂർത്തീകരിക്കാം. ഈശോ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.